നമസ്തേ, ജ്യോതിഷജാലകം ചാനലിലേക്ക് സ്വാഗതം. അഭീഷ്ടസിദ്ധിയേകും കാര്യസിദ്ധി ആഞ്ജനേയൻ, മനോജവം മാരുതതുല്യവേഗം, ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം, വാദാത്മജം വാനരയൂഥമുഖ്യം, ശ്രീരാമദൂതം ശിരസ നമാമി. 5 തലകളുള്ള ഹനുമാന്റെ വിരാട് രൂപമാണ് പഞ്ചമുഖ ഹനുമാൻ എന്നറിയപ്പെടുന്നത്. വരാഹമൂർത്തി വടക്കും, നരസിംഹമൂർത്തി തെക്കും, ഗരുഡൻ പടിഞ്ഞാറും, ഹയഗ്രീവൻ ആകാശവും, സ്വന്തം മുഖം കിഴക്കും ദർശിച്ചുകൊണ്ടുള്ളതാണ് പഞ്ചമുഖ ഹനുമാൻ. മഹിരാവണനെ നിഗ്രഹിച്ച് പാതാളത്തിൽ നിന്നും രാമലക്ഷ്മണന്മാരെ മോചിപ്പിക്കാനായി സ്വീകരിച്ചതാണ് ഈ ഉഗ്രരൂപമെന്നാണ് ഐതിഹ്യം. ഉദ്യോഗത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിച്ചിട്ടും കിട്ടാതിരിക്കുന്നവരും, തൻ്റേതല്ലാത്ത കാരണത്താൽ തൊഴിൽ ക്ലേശം അനുഭവിക്കുന്നവരും വായുപുത്രനായ ഹനുമാനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. രാമഭക്തനായ ഹനുമാൻ സ്വാമി ഭക്തന്റെ ആഗ്രഹം വായുവേഗത്തിൽ സാധിച്ചു തരും എന്നാണ് വിശ്വാസം. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഈ മന്ത്രം ക്ഷേത്ര ദർശനവേളയിൽ ഭക്തിയോടെ ജപിക്കുന്നത് തൊഴിൽ തടസ്സം നീങ്ങാൻ ഉത്തമമാണ്. ഹനുമത് പ്രീതി നേടിയ ഭക്തന് വീര്യം, ഓജസ്, ബുദ്ധികൂർമ്മത എന്നിവ സ്വായത്തമാകും എന്നാണ് വിശ്വാസം. തിരുവനന്തപുരത്ത് പാളയം, പത്തനംതിട്ടയിൽ കവിയൂർ, മലപ്പുറത്ത് ആലത്തിയൂർ, പാലക്കാട് കോട്ട, എറണാകുളത്ത് ആലുവ ദേശം എന്നിവിടങ്ങളിലായാണ് കേരളത്തിലെ പ്രമുഖ ഹനുമാൻ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മറ്റ് പല ക്ഷേത്രങ്ങളിലും ഉപദേവതയായെങ്കിലും ഹനുമാൻ സന്നിധി ഉണ്ടാകും. ധനുമാസത്തിലെ മൂലം നക്ഷത്രത്തിലാണ് ഹനുമത് ജയന്തി ആഘോഷിക്കുന്നത്. ശ്രീരാമജയം എന്ന ഒരൊറ്റ സ്തുതി കൊണ്ട് തന്നെ സംപ്രീതനാകുന്ന ഹനുമാൻ സ്വാമിയെ അഭീഷ്ടസിദ്ധിക്കായി ഭജിക്കാൻ ഏറ്റവും നല്ല ദിവസമാണിത്. കരുത്തിൻ്റെയും ബുദ്ധിയുടെയും അചഞ്ചല ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായ ഹനുമാൻ സ്വാമിയുടെ അലങ്കാരവും ആയുധവും തിന്മയെ നിഗ്രഹിക്കുന്ന ഗദയാണ്. ശുചീന്ദ്രം ക്ഷേത്രത്തിലാണ് സ്വാമിയുടെ ഏറ്റവും വലിയ വിഗ്രഹമുള്ളത്. 18 അടി ഉയരത്തിൽ സമുദ്രത്തിലേക്ക് ചാടാൻ തുനിയുന്ന രൂപമാണ് ഇവിടെയുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രധാന ഹനുമത് സന്നിധിയായ ആലത്തിയൂർ പെരും തൃക്കോവിൽ ഹനുമാൻ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്താണ്. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ശ്രീരാമ പ്രതിഷ്ഠ. ഹനുമാൻ കോവിൽ അല്പം വടക്കുമാറിയാണ്. പ്രധാന വഴിപാടായ അവൽ നിവേദ്യം രാവിലെയും വൈകിട്ടും നടത്തുന്നു. അവൽ സമർപ്പിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ ഹനുമാൻ സ്വാമി എന്താഗ്രഹവും നടത്തിത്തരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കുട്ടികളിലുണ്ടാവുന്ന ശ്വാസം മുട്ടൽ മാറുവാനായി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് പാളയും കയറും നിവേദ്യമായി ഹനുമാൻ സ്വാമിക്ക് നൽകുന്നു. ഗദാസമർപ്പണവും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ശത്രുദോഷം മാറുവാനും ശനി അപഹാരം വിട്ടുപോകുവാനും വിവാഹ തടസ്സം, ജോലി, വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവയിലുള്ള തടസ്സങ്ങൾ മാറുവാനുമായാണ് ഗദ സമർപ്പിക്കുന്നത്. രാത്രി ഉറക്കത്തിൽ പേടിസ്വപ്നം കാണാതിരിക്കുവാൻ ആലത്തിയൂർ ഹനുമാനെ പേടിസ്വപ്നം കാണരുതേ, പേടിസ്വപ്നം കണ്ടാലോ വാലുകൊണ്ട് തട്ടി ഉണർത്തണേ എന്നു ജപിച്ചാൽ മതിയെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. ശ്രീരാമൻ്റെ വാക്കുകൾക്ക് കാതോർത്ത് തല ഒരു വശത്തേക്ക് ചരിച്ചു നിൽക്കുന്ന രൂപമാണ് ഇവിടുത്തെ ഹനുമാൻ സ്വാമിയുടേത്. സീതയെ അന്വേഷിച്ചു പോകുന്ന ഹനുമാന് അടയാളവാക്യങ്ങളും ഒപ്പം തന്നെ സീതാദേവിയോട് പറയുവാനുള്ള കാര്യങ്ങളും ശ്രീരാമൻ ഹനുമാന്റെ കാതിൽ പറയുന്നു. ഇത് ലക്ഷ്മണൻ കേൾക്കുവാൻ പാടില്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നാലമ്പലത്തിനു വെളിയിലാണ്. സീതാദേവിയെ അന്വേഷിച്ചു പോയപ്പോൾ സമുദ്രം ചാടി ലങ്കയിലെത്തിയതിൻ്റെ പ്രതീകമായി നീളത്തിലുള്ള ഒരു കല്ല് ക്ഷേത്രത്തിൽ കാണാം. ഈ കല്ല് സമുദ്രമായി സങ്കല്പിച്ച് ഭക്തർ ഓടി വന്ന് കല്ലിൽ തട്ടാതെ ചാടിക്കടക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക കാഴ്ചയാണ്. അന്ന് ഹനുമാൻ ധൈര്യപൂർവ്വം തൻ്റെ സ്വാമിക്ക് വേണ്ടി സമുദ്രം ചാടിക്കടന്നതിൻ്റെ അടയാളമാണിത്. ഭാഗ്യം, ആരോഗ്യം, ദീർഘായുസ്, ധനം എന്നിവയാണ് ഇങ്ങനെ ചാടിയാൽ വിശ്വാസികൾക്ക് ലഭിക്കുന്നതത്രേ. രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവ കഥയുമായി സാദൃശ്യമുള്ള ഒരു കഥയാണ് തിരുവല്ലയ്ക്ക് സമീപമുള്ള കവിയൂർ ക്ഷേത്രത്തിന്. ഇവിടെ ശിവക്ഷേത്രമാണെങ്കിലും പ്രസിദ്ധി ഹനുമാൻ സ്വാമിക്കാണ്. അരയടിയുള്ള മനോഹരമായ പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടുത്തെ ഹനുമാൻ. രാവണവധം കഴിഞ്ഞ് സീതാലക്ഷ്മണന്മാർക്കും വാനര രാക്ഷസ പടകളോടുമൊപ്പം അയോധ്യയിലേക്ക് മടങ്ങും വഴി ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ ശിവലിംഗം എന്നാണ് ഐതിഹ്യം. പുഷ്പക വിമാനത്തിലിരുന്ന് താഴെയുള്ള പ്രദേശത്തിൻ്റെ മനോഹാരിതയിൽ മുഴുകിയ സീതയുടെ ആഗ്രഹപ്രകാരം ശ്രീരാമനും പരിവാരങ്ങളും കവിയൂരിൽ ഇറങ്ങുകയും ശിവപ്രതിഷ്ഠയ്ക്ക് ഉത്തമ സ്ഥലമാണെന്ന് കണ്ട ശ്രീരാമൻ ഉത്തമ ശിവലിംഗം കണ്ടെടുത്തു വരുവാൻ ഹനുമാനെ നിയോഗിക്കുകയും ചെയ്തു. ശുഭമുഹൂർത്തം എത്തിയിട്ടും ഹനുമാൻ മടങ്ങി വരാതിരുന്നതിനാൽ മണ്ണും ദർഭയും ചേർത്ത് ശ്രീരാമൻ ഒരു ശിവലിംഗം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചു.
മടങ്ങിയെത്തിയ ഹനുമാനോട് അദ്ദേഹം കൊണ്ടുവന്ന ശിവലിംഗം പകരം പ്രതിഷ്ഠിച്ചു കൊള്ളുവാൻ ശ്രീരാമൻ പറഞ്ഞു. എന്നാൽ അതിശക്തനായ ഹനുമാന് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം ഒന്ന് ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ആ പ്രതിഷ്ഠയുടെ മഹത്വം മനസ്സിലാക്കിയ ഹനുമാൻ ശ്രീരാമന്റെ അനുമതിയോടെ ആ സന്നിധിയിൽ നിത്യവാസം ആരംഭിച്ചുവെന്നും അങ്ങനെ ആ ദേശത്തിന് കപിയൂര്, അതായത് കപിയുടെ ഊര് എന്ന് പേരു വന്നുവെന്നും കപിയൂര് ലോപിച്ച് കവിയൂരായി എന്നുമാണ് ഐതിഹ്യം. നൂറ്റാണ്ടുകൾക്ക് ശേഷം കവിയൂർ ക്ഷേത്രദർശനം നടത്തിയ വില്ലുമംഗലം സ്വാമിയാർ മതിൽക്കകത്തെ ഇലഞ്ഞിയിൽ ഹനുമാന്റെ സാന്നിധ്യം കാണുകയും നാലമ്പലത്തിന്റെ വായുകോണിൽ ജപകിണ്ടി കമഴ്ത്തിവെച്ച് അതിനുമേൽ ഹനുമാനെ കുടിയിരുത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ നാലമ്പലത്തിനകത്തായത്. പിന്നീട് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് അദ്ദേഹത്തിനുണ്ടായ സ്വപ്നദർശന പ്രകാരം ഇപ്പോഴത്തേതുപോലെ ഉള്ളതാക്കി. എല്ലാ വർഷവും ഹനുമത് ജയന്തി അതിഗംഭീരമായി ഇവിടെ ആഘോഷിക്കുന്നു. 7 ദിവസത്തെ ആഘോഷ ചടങ്ങുകളിൽ 7-ാം ദിവസം കളഭാഭിഷേകം, പുഷ്പാഭിഷേകം, ഘോഷയാത്ര എന്നീ ചടങ്ങുകളും ഉണ്ട്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ഏറെ ഇഷ്ടമാണ്. സീതാദേവിയെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള രാമരാവണ യുദ്ധത്തിൽ രാവണ നിഗ്രഹം ചെയ്ത് ശ്രീരാമൻ യുദ്ധവിജയം നേടിയ വാർത്ത ഹനുമാൻ സ്വാമി സീതാദേവിയെ അറിയിച്ചപ്പോൾ സന്തോഷത്താൽ സീതാദേവി തൊട്ടടുത്ത് നിന്നിരുന്ന വെറ്റില ചെടിയിൽ നിന്നും വെറ്റില ഇറുത്ത് മാലയാക്കി ഹനുമാനെ അണിയിച്ചു. ഇതിൻ്റെ പ്രതീകമായാണ് ഭക്തർ വെറ്റിലമാല വഴിപാടായി സമർപ്പിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവ നഗരത്തിനോട് ചേർന്ന് പെരിയാറിൻ്റെ തീരത്തുള്ള അതിമനോഹരമായ ഒരു ക്ഷേത്രഭൂമിയാണ് ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം. ദത്താത്രേയ മുനിയുടെയും ആഞ്ജനേയ സ്വാമിയുടെയും സാന്നിധ്യം ഇവിടെ കുടികൊള്ളുന്നു. പ്രധാന പ്രതിഷ്ഠ ദത്താത്രേയ മൂർത്തിയുടേതാണെങ്കിലും ധാരാളം ഭക്തരെത്തുന്നത് ഇവിടുത്തെ കാര്യസിദ്ധി ആഞ്ജനേയ സന്നിധിയിൽ ആണ്. ഒരു നാളികേരം കൊണ്ട് കാര്യസിദ്ധി നൽകുന്ന ദത്ത ആഞ്ജനേയ ക്ഷേത്രത്തിൽ അഭീഷ്ട കാര്യസാധ്യത്തിനും ആത്മശാന്തിക്കുമായി അനേകം ഭക്തരാണ് എത്തുന്നത്. അന്യർക്കു ദോഷം സംഭവിക്കാതെ സകല കാര്യങ്ങളും സിദ്ധിക്കുവാൻ ഭക്തരെ സഹായിക്കുന്ന ദേവനാണ് കാര്യസിദ്ധി ആഞ്ജനേയൻ. അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ള 3 ശിരസ്സുള്ള രൂപമാണ് ദത്താത്രേയ മൂർത്തി. വൈഷ്ണവ സാന്നിധ്യം കൂടുതലുള്ള ഈ സന്നിധിയിൽ ദ്വാരപാലകരായി ജയവിജയന്മാരാണ്. പ്രത്യേക പീഠത്തിൽ നിൽക്കുന്ന രൂപത്തിൽ ഒരു കൈയിൽ ഗദയും മറു കൈയാൽ അനുഗ്രഹിക്കുന്നതുമായ കാര്യസിദ്ധി ആഞ്ജനേയൻ്റെ ദ്വാരപാലകൻ പഞ്ചമുഖ ഹനുമാനാണ്. ശ്രീകോവിൽ വലം വയ്ക്കുമ്പോൾ ശൈവ സന്യാസി ഭാവത്തിലുള്ള ആഞ്ജനേയൻ, മൃതസഞ്ജീവനി ഉയർത്തിക്കൊണ്ടുവരുന്ന ആഞ്ജനേയൻ, ശ്രീരാമനും സീതയും തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് തെളിയിച്ച ആഞ്ജനേയൻ, സൂര്യനെ പിടിക്കാനായി ഉയർന്നു പൊങ്ങിയ ആഞ്ജനേയൻ, രാമായണം സ്വയം മറന്ന് പാരായണം ചെയ്യുന്ന ഗായകനായ ആഞ്ജനേയൻ എന്നിങ്ങനെ വിവിധങ്ങളായ ഹനുമത് ഭാവങ്ങൾ കാണാം. ഇവിടുത്തെ നാളികേര വ്രതം പ്രസിദ്ധമാണ്. വ്രതം അനുഷ്ഠിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ മനസ്സിൽ ആഗ്രഹിക്കുന്നതെന്തോ ആ നല്ല പ്രാർത്ഥനയുമായി ക്ഷേത്രത്തിലെത്തി പേരും നാളും പറഞ്ഞ് വഴിപാടാക്കുക. ഇങ്ങനെ വഴിപാടാക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നു തന്നെ പൂജിക്കുവാനുള്ള നാളികേരം നൽകും. ഈ നാളികേരം കാര്യസിദ്ധി ആഞ്ജനേയൻ്റെ തിരുമുന്നിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാളികേരം അകത്തു കൊണ്ടുപോയി പ്രത്യേക പൂജകൾ ചെയ്ത് ആരാണോ വഴിപാട് ചീട്ടാക്കിയത് അവർക്കു തന്നെ നാളികേരം തിരിച്ചു നൽകുന്നു. നാളികേരം കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീകോവിലിനെ 3 വട്ടം വലം വെച്ചതിനു ശേഷം നാളികേരം സ്വീകരിക്കുന്ന പ്രത്യേക കൗണ്ടറിൽ ആ നാളികേരം ഏൽപ്പിച്ച് ബാക്കിയുള്ള 38 പ്രദക്ഷിണം പൂർത്തിയാക്കുക. തിരിച്ച് സ്വന്തം ഗൃഹത്തിലെത്തിക്കഴിഞ്ഞാൽ 41 ദിവസം സസ്യാഹാരം മാത്രം ഭക്ഷിച്ച് എങ്ങനെയാണോ മണ്ഡലകാല വ്രതം അനുഷ്ഠിക്കുന്നത് അതിനു തുല്യമായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുക. 41 ദിവസവും രാവിലെ ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയെ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ഒപ്പം ഹനുമാൻ ചാലിസയും ഹനുമത് ശ്ലോകങ്ങളും ജപിക്കുന്നതും ഉത്തമമാണ്. 41 ദിവസത്തെ വ്രതം പൂർത്തിയാകുന്ന ദിവസം ക്ഷേത്രത്തിലെത്തി ആദ്യം സമർപ്പിച്ച അതേ നാളികേരം തന്നെ പ്രസാദമായി സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. എന്തു കാര്യം സാധിക്കുവാനാണോ പ്രാർത്ഥന നടത്തി 41 ദിവസം വ്രതം അനുഷ്ഠിച്ചത് ആ കാര്യം നിശ്ചയമായും സാധിക്കും എന്നുള്ളതാണ് കാര്യസിദ്ധി ആഞ്ജനേയൻ്റെ മുന്നിലെ പ്രാർത്ഥനയുടെ പ്രത്യേകത. രാമനാമം ചൊല്ലുന്നിടത്തെല്ലാം പ്രത്യക്ഷനാകുമെന്ന് വിശ്വസിക്കുന്ന ശ്രീരാമസ്വാമിയുടെ പരമഭക്തനും ആശ്രിതനുമായ ആഞ്ജനേയൻ ഭക്തർക്ക് തുണയാകണേ എന്ന പ്രാർത്ഥനയോടെ